ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മുന്നേറ്റം. ബി.ജെ.പി കേവല ഭൂരിപക്ഷം പിന്നിട്ടു. കെജ്രിവാളും അതിഷി മർലേനയും സിസോദിയും അടക്കമുള്ള ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖർ പിന്നിലാണ്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, വോട്ടെണ്ണൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ബി.ജെ.പി മുന്നേറ്റം തുടരുകയാണ്. കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭരണം അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി മുന്നേറുകയാണ് ബി.ജെ.പി. 47 സീറ്റ് എന്ന വ്യക്തമായ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം കടന്ന് 47 സീറ്റിലേക്ക് കുതിച്ചു വരികയാണ് ബി.ജെ.പി. അതേസമയം തന്നെ അടിപതറിയിരിക്കുകയാണ് ബി.ജെ.പി. എ.എ.പിക്ക് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മുഖം വാടിയിരിക്കുകയാണ് എ.എ.പി. അല്ലെങ്കിൽ തങ്ങളുടെ ചൂരൊടിഞ്ഞിരിക്കുകയാണ് എ.എ.പി. എന്ന് തന്നെ പറയാം. അതേസമയം തന്നെ കോൺഗ്രസിന് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു അപ്രതീക്ഷിതമാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഈ ചിത്രത്തിൽ തെളിയാത്തൊരവസ്ഥ, എന്തായാലും അടിതെറ്റിയത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. ബി.ജെ.പി വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി മുന്നേറുന്ന സാഹചര്യം. 27 വർഷത്തിന് ശേഷം ബി.ജെ.പി തങ്ങളുടെ ആധിപത്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെട്ടുറപ്പിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ എ.എ.പിയുടെ വോട്ട് ബാങ്കുകളിൽ ചെന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ആ തരംഗം തീർത്ത് തങ്ങളുടെ ആധിപത്യത്തോടു കൂടി താമര വിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ പ്രായോഗികമായി. അത് തന്നെയായിരിക്കാം ബി.ജെ.പിക്ക് 47 എന്ന കേവല ഭൂരിപക്ഷം കടന്ന് മുന്നേറാനുള്ള സാഹചര്യം ഒരുക്കിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിജയ ആരവങ്ങൾ തന്നെ ബി.ജെ.പി ക്യാമ്പുകളിൽ സജീവമായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന തീരുമാനത്തിലും ആരായിരിക്കുമെന്നത് സജീവ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിലില്ലാതെ തന്നെ കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കോൺഗ്രസിന് ഈ ചിത്രത്തിൽ ഒരു യാതൊരുവിധ ഇമ്പാക്റ്റും നൽകാനാകാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ എ.എ.പിയുടെ പല വമ്പന്മാർക്കും തിരിച്ചടി പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ പല വമ്പന്മാരും വീണിരിക്കുന്നു. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ, ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അതിഷി അടക്കമുള്ള നേതാക്കൾ ബി.ജെ.പിയുടെ മുന്നേറ്റം അല്ലെങ്കിൽ തരംഗത്തിലൂടെ ഈ നേതാക്കളെല്ലാം താഴോട്ട് പോയിരിക്കുന്നു, പിന്നിലോട്ട് പോയിരിക്കുന്നു എന്നതാണ് വസ്തുത. അതേസമയം തന്നെ തലസ്ഥാനത്ത് ബി.ജെ.പി തങ്ങളുടെ കുതിപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 47 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷവും കടന്ന് 36 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം കടന്ന് 47 സീറ്റ് എന്ന ബഹുദൂരത്തെ എത്തിയിരിക്കുകയാണ് ബി.ജെ.പി. എന്തായാലും ഈ ചിത്രത്തോടു കൂടി, ഈ ഗ്രാഫോട് കൂടി 27 വർഷത്തിന് ശേഷം ബി.ജെ.പി തങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ വ്യക്തമായ ആധിപത്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു കാണുന്ന ചിത്രം. അതേസമയം തന്നെ അടിപതറി അല്ലെങ്കിൽ അടിതെറ്റിയിരിക്കുകയാണ് എ.എ.പി കൊണ്ടുവന്ന വിവിധ സൗജന്യ വാഗ്ദാനങ്ങളൊന്നും ഈ വോട്ടർമാർക്കിടയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയും എ.എ.പിക്ക് അനുകൂലമായ വിവിധ വോട്ട് ബാങ്കുകളൊന്നും ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായില്ല. അതെല്ലാം ചേക്കേറിയത് ബി.ജെ.പി ക്യാമ്പുകളിലേക്ക് ആണ് എന്നൊരു വസ്തുതയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് അധികാരത്തിലെത്തിയാൽ അടുത്തത് ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളുടെ, അല്ലെങ്കിൽ അതിഷി അടക്കമുള്ള നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. പ്രധാനമായും ബി.ജെ.പി ക്യാമ്പുകളിൽ പ്രധാനമായും ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചടി നേരിട്ടത് ഈ ഡൽഹിയിൽ കലാപം നടന്ന വിവിധ മണ്ഡലങ്ങളിലായിരുന്നു. അവിടെയെല്ലാം എ.എ.പി തങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും നേടാത്ത സാഹചര്യം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും, 2015 തെരഞ്ഞെടുപ്പിലും 2025 തെരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭയിൽ ഒരൊറ്റ സീറ്റ് പോലും നേടാനാകാത്ത കോൺഗ്രസിന് ഇത്തവണയും തങ്ങൾക്ക് അതുപോലെ സംഭവിച്ചു. അല്ലെങ്കിൽ തങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊന്നും വേണ്ട രീതിയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വേണ്ട രീതിയിൽ പ്രതിഫലിച്ചില്ല, അല്ലെങ്കിൽ സ്വാധീനിച്ചില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകുന്നു. അതേസമയം തന്നെ ബി.ജെ.പി തങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷം നേടി 47 സീറ്റിലേക്ക് കുതിച്ചുയർന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയെ സംബന്ധിച്ചോളം നിലവിലുള്ളത്. ഇതെല്ലാം ബി.ജെ.പി മൂന്നാം മോദി തരംഗം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇല്ല എന്നൊരു
വസ്തുത മനസ്സിലാക്കിയായിരിക്കണം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രചരണത്തിന് ബി ജെ പി ഡൽഹി തുനിഞ്ഞിറങ്ങിയത്. 51ലധികം വരുന്ന റാലികൾ മോദി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ തമ്പടിച്ച് ഈ ഡൽഹിയിൽ പ്രചരണ രംഗത്ത് എത്തുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിവിധ ചേരികളിൽ ചെന്ന് വിവിധ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ താമര വിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഡൽഹിയെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു പോയത്. അതേസമയം ഇതിന്റെ വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സ്വാധീനിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തന്നെ ഒരു ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല എന്നതാണ് AAPയുടെയും കോൺഗ്രസിന്റെയും ഒരു പരാജയമായി കാണുന്നത്. എന്തായാലും 47 സീറ്റ് എന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് തുടക്കം മുതൽ BJP കൊണ്ടുവരുന്നത്. അതേസമയം തന്നെ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസിന്റെ ചിത്രം ഒരു മാഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ തെളിയാത്തൊരു സാഹചര്യം. അതേസമയം AAP 23 സീറ്റിലേക്ക് താന്നിരിക്കുന്നു. 47 സീറ്റിലേക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി BJP മുന്നേറുന്ന ഒരു സാഹചര്യം. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നൽകിയ വാഗ്ദാനങ്ങളെല്ലാം, അല്ലെങ്കിൽ BJP കൊണ്ടുവന്ന പ്രചരണങ്ങളെല്ലാം സ്വാധീനിച്ചു, അല്ലെങ്കിൽ മോദി അടക്കമുള്ള നേതാക്കളുടെ വരവ് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഘടകം. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം BJPക്ക് അനുകൂലമായി പ്രവചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും അല്ലെങ്കിൽ വോട്ടെണ്ണലിലും BJPക്ക് അനുകൂലമായി തെളിഞ്ഞു കാണുന്നത്. BJP പ്രധാനമായും വിവിധ സർവേ റിപ്പോർട്ടുകളെല്ലാം BJPക്ക് അനുകൂലമാവുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് പോലും പ്രവചിക്കാത്ത ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. അതുപോലെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. കോൺഗ്രസ് ഒരൊറ്റ സീറ്റിൽ പോലും ഭരണം പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം 2015-ലെയും 2020-ലെയും അതേ സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഡൽഹി രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു കാണുന്നത്. എന്തായാലും തലസ്ഥാനം നഗരം പിടിക്കാൻ, അല്ലെങ്കിൽ തുടർ ഭരണം അല്ലെങ്കിൽ സംസ്ഥാന നഗരം പിടിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു 2024-25. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ഡൽഹി പോലത്തെ ഒരു തലസ്ഥാനത്ത് തങ്ങൾക്ക് ഭരണം പിടിക്കാനായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത BJP കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതേസമയം തന്നെ ഇന്ന് 7 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്തെത്തി 7 മണിയോടെ മാധ്യമങ്ങൾ കാണും. തൊട്ടു പിന്നാലെയായിരിക്കും ഡൽഹിയിൽ അടുത്ത BJP മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്. ഈ വലിയ രീതിയിലുള്ള സീറ്റുകൾ നേടിയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മുന്നേറാൻ സാധിച്ച സാഹചര്യത്തിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ പ്രവർത്തകർക്കിടയിലും, അല്ലെങ്കിൽ BJPയുടെ മുതിർന്ന പ്രവർത്തകർക്കിടയിലും ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. ഇതെല്ലാം ഒരു കേന്ദ്ര നേതൃത്വമായിരിക്കും ഈ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യം തീരുമാനിക്കുന്നത്. ആതിര, തീർച്ചയായും ഇന്ദ്രപ്രസ്ഥത്തിൽ താമരത്തിളക്കം തുടരുകയാണ്. 46 സീറ്റിൽ BJPയും 24 സീറ്റിൽ AAPയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസിന് ചിത്രത്തിൽ തന്നെ കോൺഗ്രസ് ഇല്ല എന്നതാണ് വ്യക്തമാകുന്നത്. BJP ആസ്ഥാനത്തൊക്കെ വിജയാഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാജേഷ്, ആതിര, BJP സംബന്ധിച്ചോളം 27 വർഷത്തിന് ശേഷം സംസ്ഥാന ഭരണം, അല്ലെങ്കിൽ തലസ്ഥാനം പിടിക്കാനായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും, അല്ലെങ്കിൽ രാജ്യത്തിനൊട്ടാകെ തിരിച്ചടി നേരിട്ടെങ്കിലും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വ്യക്തമായ ഒരു സീറ്റ് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ BJPക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ വോട്ട് നേടാൻ സാധിച്ചു എന്നതാണ് 2024-2025 സംബന്ധിച്ചോളം BJPക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം. എന്തായാലും BJP കേവല ഭൂരിപക്ഷം കടന്ന് 46 എന്ന ഒരു മാർജിൻ സംഖ്യയിലേക്ക്, അല്ലെങ്കിൽ ബഹുദൂരം മുന്നിലേക്ക് കുതിച്ചു ചാടുന്ന ഒരു സാഹചര്യമാണ് BJPയെ സംബന്ധിച്ചോളം ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം തന്നെ 24ലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം AAPയെ സംബന്ധിച്ചോളം ഉണ്ട്. എന്തായാലും മധ്യനേര അഴിമതി ആരോപണങ്ങളും തൊട്ടു പിന്നാലെ വന്ന യമുനാ നദിയിലെ വിഷം ചേർക്കടക്കമുള്ള വിവാദ പ്രസ്ഥാനങ്ങളും ഇതെല്ലാം പ്രത്യാരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്, അല്ലെങ്കിൽ തിരിച്ചടിയായത് AAPക്ക് തന്നെയാണെന്ന് പറയാം. 2015 തെരഞ്ഞെടുപ്പിൽ 67 സീറ്റോടെ ഡൽഹിയിലെ ഭരണം പിടിച്ച AAPക്ക് ഇത്തവണ 24 സീറ്റിലേക്ക് ഒതുങ്ങാൻ സാധിച്ചു, അല്ലെങ്കിൽ 24 സീറ്റ് മാത്രം നേടാൻ ആയുള്ളൂ എന്നതാണ് ഇത്തവണ BJP നേടുന്ന ഏറ്റവും വലിയ പ്രത്യേകത.
BJP 2015 വെറും 3 സീറ്റ് നേടുകയും 2 അക്ക സംഖ്യ തികക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഡൽഹിയെ സംബന്ധിച്ചോളം, ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം 2015 ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ നില മെച്ചപ്പെടുത്തി 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് വരെ നേടാൻ BJPക്കായി. അതിന് ഇരട്ടിയായി അല്ലെങ്കിൽ അതിന് 3 ഇരട്ടിയോ 4 ഇരട്ടിയായി BJP ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തങ്ങൾ ആധിപത്യം പിടിച്ചെടുക്കുന്നു. കൽക്കാജി അടക്കമുള്ള മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷി അടക്കമുള്ള നേതാക്കളെ തറപ്പറ്റിച്ച് BJPയുടെ നേതാക്കൾ വമ്പന്മാർ മുന്നേറുന്ന ഒരു സാഹചര്യം. എന്തായാലും 27 വർഷത്തിന് ശേഷം BJP തങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം ഗംഭീരമാക്കിയിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടെ, കേവല ഭൂരിപക്ഷവും കടന്ന് മാർജിൻ സംഖ്യയിലൂടെ. ഹരിത, തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് അടക്കം കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ AAP നേതാക്കളെല്ലാം പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി അതിഷി അടക്കമുള്ള നേതാക്കളടക്കം പിന്നിൽ തുടരുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. BJPക്ക് മുന്നേറ്റം. BJP കേവല ഭൂരിപക്ഷം പിന്നിട്ടു. കെജ്രിവാളും അതിഷി മർലേനയും സിസോദിയും അടക്കമുള്ള ആം ആദ്മി നേതാക്കളൊക്കെ പിന്നിലാണ്. 46 സീറ്റിൽ BJPയും 24 സീറ്റിൽ AAPയുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഡൽഹിയിൽ BJP മുന്നേറ്റം തുടരുകയാണ്. 46 സീറ്റിലാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലെ തന്നെ BJP മുൻതൂക്കം. ഇന്ദ്രപ്രസ്ഥത്തിൽ വിജയത്തിളക്കം തന്നെയാണ് BJP കാഴ്ചവെക്കുന്നത്. രാജേഷ് തുടരുന്നുണ്ട്. രാജേഷ്, വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ BJP 46 സീറ്റിൽ മുന്നിലാണ്. കൂടുതൽ വിവരങ്ങൾ. ആതിര, താമര ചൂടിയിരിക്കുകയാണ് തലസ്ഥാന നഗരം തന്നെ പറയാം, അല്ലെങ്കിൽ താമര തരംഗം തീർത്തു. യമുന നദീതീരത്തെ വീണ്ടും ഒരു താമര തരംഗം. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ അതേ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഡൽഹി രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു കാണുന്നു. എന്തായാലും ഭരണം പിടിച്ച സന്തോഷത്തിൽ വിവിധ പാർട്ടി നേതാക്കളെല്ലാം ഈ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ തന്നെ പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. എന്തായാലും അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നൊരു സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ ഡൽഹി രാഷ്ട്രീയം അല്ലെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറി. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ തെളിഞ്ഞു കാണുന്നത്. അതേസമയം തന്നെ AAPയെ സംബന്ധിച്ചോളം ഇനി വരുന്ന രാഷ്ട്രീയ ഭാവി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഷീലാ ദീക്ഷിതിന് ശേഷം മറ്റൊരു വനിതാ മുഖ്യമന്ത്രിയായി വന്ന അതിഷിക്കടക്കം ഈ ഏത് രീതിയിൽ ഇനി ഇന്ത്യ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്വവുമായി ഉടക്കിയ അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞ ഈ AAPയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും 36 എന്ന കേവല ഭൂരിപക്ഷവും കടന്ന് 46 എന്ന ബഹുദൂര സംഖ്യയിലേക്ക് BJP കുതിച്ചുയർന്നു. എന്തായാലും മോദി ഇന്ന് 7 മണിയോടെ മാധ്യമങ്ങൾ കാണും BJP ആസ്ഥാനത്തെത്തി. എന്നാലും ഇത്തവണ BJP നേടിയ വലിയ ഒരു വിജയം അല്ലെങ്കിൽ 46 എന്ന വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. എന്തായാലും എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രവചിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഭരണം BJPയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ AAPക്ക് തുടർ ഭരണം കിട്ടാത്തൊരു സാഹചര്യം. കോൺഗ്രസ് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ചിത്രം ഒരു അപ്രതീക്ഷിതമായ അവസ്ഥ. എന്തായാലും നിലവിൽ ഇപ്പോൾ BJP ക്യാമ്പുകളിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പുകൾ. അതേസമയം തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും സൈനിക വിഭാഗങ്ങളെല്ലാം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു BJP ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയെ സംബന്ധിച്ചോളം പുറത്തെടുത്തത്. BJP നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകി അല്ലെങ്കിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത് തലസ്ഥാനം പിടിക്കാൻ
സാഹചര്യം ഒരുക്കി എന്നതാണ് വസ്തുത. എന്നാലും എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ട വിവരമനുസരിച്ച് ഡൽഹി രാഷ്ട്രീയത്തിൽ BJPയെ സംബന്ധിച്ചോളം ഭരണം എടുത്തിരിക്കുന്നു. എന്തായാലും 70 മണ്ഡലങ്ങളിൽ 46 നിയമസഭാ മണ്ഡലങ്ങൾ BJP തങ്ങളുടെ കയ്യിലാക്കിയിരിക്കുന്നു. 24 സീറ്റിലേക്ക് AAPക്ക് ഒതുങ്ങേണ്ടി വരുന്നു. അതേസമയം കോൺഗ്രസ് ഈ ചിത്രത്തിലെ തന്നെ ഇല്ലാത്തൊരവസ്ഥ. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെ മുന്നോട്ട് വെച്ചായിരുന്നു AAP തങ്ങൾക്ക് വീണ്ടും ഒരു 4ാം തവണയും തുടർഭരണം ആഗ്രഹിച്ചത്. അതിനപ്പുറം അമിത ആത്മവിശ്വാസം AAP ക്യാമ്പുകളിൽ സജീവമായിരുന്നു. അതായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമാകുന്നതും അല്ലെങ്കിൽ AAPക്ക് പ്രതികൂല സാഹചര്യം ഒരുക്കിയതും. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ആ ചിത്രം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം ഇനി തെളിഞ്ഞു കാണുന്നത് BJPയുടെ 27 വർഷത്തിന് ശേഷമുള്ള BJPയുടെ ഭരണം തന്നെയായിരിക്കും. എന്തായാലും മനീഷ് സിസോദിയ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ഈ വ്യക്തികൾക്ക് ഏതെല്ലാം രീതിയിൽ സ്വാധീനം ചെലുത്തും എന്നെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. 46 മാർജിൻ സംഖ്യ കടന്നതോടെ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷമായ 36 കടന്നതോടെ ഈ BJP തങ്ങളുടെ ഭരണം തിരികെ പിടിക്കുന്നത് 27 വർഷത്തിന് ശേഷം തങ്ങളുടെ ഭരണം പിടിക്കുന്നു. അതേസമയം കോൺഗ്രസ് ഇല്ലാതാകുന്ന അവസ്ഥയും കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറുന്നൊരവസ്ഥയും. എന്തായാലും ഈ മണിക്കൂറോടെ നമുക്ക് ഏകദേശം ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം തെളിഞ്ഞു കാണുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ അതിഷിക്ക് അടക്കമുള്ള നേതാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറിയിരുന്നു. പ്രധാനമായും പ്രത്യാരോപണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും AAPക്ക് പ്രതികൂല സാഹചര്യം ഒരുക്കിയതും. ഇതായിരുന്നു BJPക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കടന്നു ചെന്ന് ഒരു താമര തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചതും തങ്ങൾക്ക് ആ വോട്ടെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിച്ചതും ഈ ആരോപണവും പ്രത്യാരോപണങ്ങളായിരുന്നു. തൊട്ടു പിന്നാലെ വന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങളും തൊട്ടു പിന്നാലെ വന്ന പ്രത്യാരോപണങ്ങളെല്ലാം ഈ AAPക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായതും BJPക്ക് അത് പ്രതികൂലമായ സാഹചര്യം ഒരുക്കി. അതുകൊണ്ട് തന്നെ തലസ്ഥാനം BJPക്ക് കയ്യിലാക്കാൻ 27 വർഷത്തിന് ശേഷം കൈപ്പിടിയിൽ പിടിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ യമുന നദീതീരത്ത് ഒരു താമര വിരിക്കാൻ BJPക്ക് സാധിച്ചു എന്നതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ തുടരുകയാണ്. BJPക്ക് മുന്നേറ്റം. BJP കേവല ഭൂരിപക്ഷം പിന്നിട്ടു. 46 സീറ്റിൽ BJPയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. AAPക്ക് 24 സീറ്റാണ്. ചിത്രത്തിലൊന്നും ഇടമില്ലാതെ കോൺഗ്രസ് തുടരുകയാണ്. ഒരു ചെറിയൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.